ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് റോസ് പെറ്റൽസിൻ്റെ സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 300 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 5 ഗ്രാം എക്സ്ട്രായും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം. ഡബിൾ ബോയിൽ വെച്ച സമയത്ത് തന്നെ നമ്മൾക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി റെഡിയാക്കാം. ഇത് റോസ് പെറ്റൽസിൻ്റെ ജെല്ലാണ്, ഇത് വന്നിട്ട് വെജിറ്റബിൾ ഗ്ലീസറിനാണ്, ഇത് നമ്മളുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ, റോസിൻ്റെ തന്നെയാണ്. അപ്പോൾ റോസ് പെറ്റൽസ് ജെല്ലെന്ന് പറഞ്ഞാൽ അലോവേര കൂടി ചേർന്നാണ് നല്ലൊരു ജെല്ലാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മളുടെ റോസ് വാട്ടറും വൈറ്റമിൻ ഇ ഓയിലും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണിൽ ഇതേപോലെ നമ്മൾക്ക് ഈ ഒരു സ്പൂണ് റോസ് പെറ്റൽസ് പൗഡർ എടുക്കാം. അതോടൊപ്പം തന്നെ അത്രയും തന്നെ അളവിൽ നമ്മൾക്ക് റോസ് പെറ്റൽസിൻ്റെ ജെല്ലെടുക്കാം കേട്ടോ. ഈ ജെല്ല് വളരെ നല്ലതാണ് സോപ്പിന്. ഇതിൽ അലോവേര കൂടി മിക്സ് ചെയ്ത് വന്നിട്ട് ജെല്ലാട്ടോ. അപ്പോൾ സോപ്പിനൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് ഇതാണ് വെജിറ്റബിൾ ഗ്ലീസറിനാണ്. ഇത് വന്ന് ഗ്രേഡ് 1 ആയിട്ടുള്ള ഗ്ലീസറിനാണ്. ഇത് നമ്മൾക്ക് ഒരു 5 to 6 ഡ്രോപ്സോളം നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് ബാക്കി അടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ വൈറ്റമിൻ ഇ ഓയിലാണ്. അത് ഏകദേശം ഒരു 3 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. നമ്മൾക്ക് ഒരു സ്പൂണ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ആഡ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇതിനെ നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇതിന് ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നന്നായിട്ട് നമ്മൾക്ക് കിട്ടിയാൽ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ പതിപോലെ എൻ്റെ മോൾഡ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് ഈ ഒരു സൺഫ്ലവർ ടൈപ്പ് വരുന്ന ഒരു മോൾഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് റോസ് പെറ്റൽസിന് ഇത് ഒഴിക്കുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായി ഇത് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ബേസും ഏകദേശം നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെൽട്ടായി വന്നിരിക്കുന്ന നമ്മളുടെ ഈ ബേസിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൂടിയെടുക്കുക. അതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ ലിറ്റിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് റോസിൻ്റെ ഒരു കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. കളർ അങ്ങനെ അധികം ആഡ് ചെയ്യാറില്ല, ഇന്നിപ്പോൾ ആഡ് ചെയ്തു. പിന്നെ നമ്മളുടെ ഫ്രാഗ്രൻസ് ഓയിൽ, മെയിനായിട്ടുള്ള ഐറ്റമായ റോസ് ഫ്ലവറിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണിത്. അത് നമ്മൾക്കൊരു 5 to 6 or 7 അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. അപ്പോഴേക്കും ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഒഴിക്കുന്ന ഫുൾ വീഡിയോ എൻ്റെ കയ്യിൽ റെഡി ആയില്ല, അതുകൊണ്ട് അല്പമാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതുപോലെ 3 എണ്ണത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുന്ന ടൈമിലുള്ള വീഡിയോ അത് കറക്റ്റായിട്ട് സേവ് ആയില്ലെന്നേ. അപ്പോൾ ബാക്കിയുള്ളത് അതേപോലെ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളുടെ റോസ് പെറ്റൽസ് ഈ രീതിയിൽ നമുക്ക് നല്ല ഉറച്ച് നല്ല കട്ടിയോടുകൂടി തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 80-85 ഗ്രാമോളം വന്നിട്ടോ ഫുള്ളായിട്ട് ഒഴിച്ചപ്പോൾ. ഇത് 100ൻ്റെ മോൾഡല്ല. അപ്പോൾ 85ഓളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടുകയാണെന്ന് വെച്ചാൽ ഇത് ഫുള്ളാണ്, ആ മോൾഡാണ്, 85ൻ്റെ മോൾഡാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ ഫുൾ ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് 85 ഗ്രാമിൻ്റെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഡിമോൾഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിൽ നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ. നല്ല പെറ്റൽസൊക്കെ നല്ല റിയൽ പോലെ ആയിട്ടുള്ള നല്ലൊരു മോൾഡാണ് കേട്ടോ. നല്ല രസമാണ്. അതിലൊക്കെ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാം. പിന്നെ അങ്ങനെ നമ്മളുടെ സോപ്പ് ഇങ്ങനെ നല്ല ഭംഗിയിൽ വൃത്തിക്ക് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ 3 സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു ചെറുത് പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ വേറൊരു മോൾഡിലേക്ക് വെച്ചിട്ടൊരു പിയേഴ്സിൻ്റെ ഒരു സ്മോൾ മോൾഡിലേക്കാണ് കേട്ടോ ബാക്കിയുള്ളത് ഒഴിച്ചത്. അത് ഇതിൽ വെക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ 3 നല്ല സോപ്പ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താങ്ക് യു.